ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഇല്ലേ, ഇനി ചിലപ്പോൾ ഒന്നും വീഡിയോ ഇടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്നലെ നട്ട പാതിരാക്കി ഇരുന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എന്നും നമ്മൾ കിച്ചണൊക്കെ കാണിച്ചല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യൽ. ഇന്ന് ഞാൻ ഉമ്മാനെയും കൊണ്ട് ഷുഗറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. വൈകുന്നേരം ഉമ്മാനെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഷുഗറൊക്കെ നോക്കിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ കയറി ഉമ്മക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിക്കണം കേട്ടോ. ഐഫക്കുട്ടിയും പോന്നിട്ടുണ്ട് കൂടെ. അപ്പം ഉമ്മാക്കും ഐഫക്കുട്ടിക്കും മുട്ടക്കറിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ഗ്ലാസ് ചായയും വാങ്ങിച്ചു. ഞാൻ കടിയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് കടിയൊന്നും അപ്പോൾ കഴിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ അങ്ങനെ തന്നെ പോന്നിക്കാണ്. പിന്നെ ഉമ്മാനെ വൈകുന്നേരം ഡോക്ടറെ കാണിക്കണമെങ്കിൽ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം. അപ്പം അങ്ങനെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെയും ലാബിൽ തന്നെ പോയി 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് പിന്നെ ഉമ്മാക്ക് വീണ്ടും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ കിട്ടി അതൊക്കെ കൊണ്ടുതാ വീട്ടിലേക്ക് പോരുക കേട്ടോ. അപ്പോൾ പോന്നപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് പോന്നിട്ടുണ്ട്. ഇനി മക്കളുണ്ട് വീട്ടിൽ. ഇപ്പോൾ മദ്രസ ഇല്ല കേട്ടോ. ഒന്നൊന്നും മദ്രസ ഇല്ല അവർക്ക്, സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ. പിന്നെ ചിഞ്ചുമോള് വീട്ടിലുണ്ടായതുകൊണ്ട് ഇവള് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ. അപ്പോൾ ബ്രെഡും ജാമൊക്കെ കൂട്ടിയിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ചാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ചപ്പാത്തി വാങ്ങിച്ച് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് 2 ചപ്പാത്തി എടുത്തിട്ട് ഞാൻ കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഒരിക്കിപ്പോൾ വേണ്ട, ഒരിപ്പോൾ ബ്രെഡും ജാമൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് മുട്ടക്കറിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല ചപ്പാത്തിയാണ് കേട്ടോ. അത് നല്ല കനം കുറഞ്ഞ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്താണ് ഞാൻ അത് കഴിച്ചു. പിന്നെ ഇന്ന് ഉപ്പാനെയും ഡോക്ടറെ കാണിക്കണം. അപ്പം ഇന്നത്തെ ദിവസം വെറും ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ഡോക്ടർ രാത്രി ഉണ്ടാവുള്ളൂ. രാത്രി 8:30 ആകുമ്പോഴാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. 46 കേട്ടോ നമ്പർ. സജീർ ഡോക്ടർ എന്ന് പറയും. ആ ഡോക്ടറാണ് ഉമ്മാനെ കാണിക്കൽ. അപ്പോൾ ചപ്പാത്തി ചായക്ക് കുടിച്ച് വയറൊക്കെ ഫില്ലാക്കി ഇനിയിപ്പം നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ച് പോന്നിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വെറും ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ വൈകുന്നേരത്തിനും കൂടെ കണ്ടിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഈ അരി എനിക്ക് ഓണക്കിറ്റ് കിട്ടിയതാട്ടോ. ഓഫീസിൽ നിന്ന് കിട്ടിയ ഓണക്കിറ്റാണ്. 2 കവറുണ്ട് ഇനി അരി. അപ്പോൾ അത് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഇനി അപ്പോൾ ഇത് വെച്ചിട്ടാക്കുന്ന നെയ്ച്ചോറ് എന്ന് വിചാരിച്ചു. നെയ്ച്ചോറാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പം ചിഞ്ചുമോൾ പറഞ്ഞ നെയ്ച്ചോറ് മതി. ചിഞ്ചുമോൾക്ക് ബിരിയാണിനെക്കാട്ടിലും ഇഷ്ടം നെയ്ച്ചോറാണ്. അപ്പം എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അരി ഞാനൊന്ന് അളന്ന് നോക്കിയിട്ട് അപ്പോൾ ഇത് ഒരു 4.5 കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ 5 കപ്പ് അരി വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഒരു ബോട്ടിലുണ്ടതിന് അരി അതെടുത്താണ്ട് 5 കപ്പാക്കി കറക്റ്റ് ആക്കിയിട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 നേരത്തിനുണ്ടാവും. അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് മക്കളുണ്ട് വീട്ടിൽ, ഉച്ചക്കൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അരിയൊക്കെ എടുത്ത് അളന്ന് കഴുകി അതൊന്ന് ഓട്ടപാത്രത്തിലിട്ട് വെള്ളം ചോരാനായിട്ട് വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എളുപ്പമുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ മതി. വെള്ളം അളന്നിട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിക്കാൻ വെക്കൽ. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ടൈമില്ല കേട്ടോ വീഡിയോ ഇടാൻ. എന്നാലും 2 മണിയാകുമ്പോൾ നമ്മളെ വീഡിയോ കാത്തിരിക്കണം ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഈ നട്ടപ്പാതിരാക്കിയിരുന്ന് വീഡിയോക്കുള്ള വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടല്ലോ. അപ്പം എന്തായാലും ചെറിയൊരു വീഡിയോ എങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരി ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണം നെയ്ച്ചോർക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം അളന്നിട്ട് അപ്പുറത്തെ അടുപ്പത്ത് അതും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ പുതിയ പാത്രമാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ബിരിയാണി പോട്ട് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് പ്രൊഫഷണൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ പാത്രമാണിത്. നല്ലതാണ് കേട്ടോ. നമുക്ക് നെയ്ച്ചോറും ബിരിയാണിയും കപ്സിയും അതേപോലെ തന്നെ മന്തിയും ഒക്കെ ഇതിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് 4 ലിറ്ററിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോന് അരി എന്തായാലും ഇതിൽ കൊള്ളു കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണി ആകുമ്പോൾ 1 കിലോ ബിരിയാണി ഉണ്ടാക്കാനുണ്ടാവും. 1 കിലോ റൈസും 1 കിലോ ചിക്കനും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ ചൂടായപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തു. ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, വലിയൊരു സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് എല്ലാവരും ഉണ്ടാക്കും, എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം
സവാളയൊക്കെ ഇതാ ഏകദേശം ഒന്നിങ്ങനെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തു, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒന്ന് നമ്മളെ ഇടികല്ല് കൊണ്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തു. അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ. പച്ചമുളക് ചേർക്കുമ്പം ഒന്ന് ചെറിയൊരു പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ഇതൊന്നിങ്ങനെ ഇത് ഈ ചൂടായ എണ്ണയ്ക്ക് ഇടുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ചൂടാകുമ്പോൾ ടോ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം അതിൻ്റെ എടുത്ത് പോയി നിൽക്കുകയാണെങ്കിലേ കണ്ണുക്കൊക്കെ അതിൻ്റെ കുരുവൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പേടില്ലോല് കത്തി കൊണ്ട് ചെറിയൊരു കുത്തി കൊടുത്താലും മതി, കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്യാനുള്ളത് അതും അതിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടോ. സവാള ഒന്നും ഇങ്ങോട്ട് കളർ മാറി വന്നതിന് ശേഷം അതേപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിക്ക് തന്നെ നമ്മൾ അരിയിട്ട് കൊടുത്ത് ഇങ്ങനെ വറുത്തെടുത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ള നെയ്ച്ചോറായിട്ട് കിട്ടൂല, നെയ്ച്ചോറിൻ്റെ കളറ് മാറും. അപ്പോൾ ഞാൻ അതിന്ന് കോരി മാറ്റി പിന്നെ അതിക്ക് ആ ഒരു നെയ്യ്ക്ക് നമ്മളിപ്പോൾ കഴുകി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറേ സമയം അങ്ങനെ വറുത്തെടുക്കണ്ട, കുറച്ച് സമയം കേട്ടോ. അതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടും. ഒരു വറ്റൊന്നും തൊടാതെ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ നെയ്ച്ചോറ് ഇഷ്ടം. അപ്പോൾ അതൊന്നിങ്ങനെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ അളന്നിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ കൈമ റൈസാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കൽ. ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് കിട്ടിയ അരിയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓണക്കിറ്റിൽ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അരിന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി ഇതാ റൈസ് വേറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തേയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ വെള്ളം എളുപ്പമാണ് വറ്റും. പിന്നെ റൈസ് ശരിക്കും വെന്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ഏകദേശം ഒന്ന് താന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വലിഞ്ഞ് കിട്ടാണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. പിന്നെ അതിൽ കടന്നിട്ട് വന്നോളും. അപ്പോൾ നെയ്യ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു നനവുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വലിഞ്ഞ് കിട്ടാണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മേലെ ഇതേപോലെ ഒന്ന് അമ്പിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സവാളയൊക്കെ കോരി മാറ്റിയല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത ഏലക്കായ, കറാമ്പൂ, പട്ട, ബേ ലീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ തന്നെ നുള്ളിപ്പെറുക്കിയാണ് ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കൻ നമ്മൾ കുറച്ച് നേരം അതിലേക്ക് കഴുകി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വലിയ ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കോൺഫ്ലവറും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറുനാരങ്ങൻ്റെ നീരും നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടുക അതൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നെയ്ച്ചോറ് ഇപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിലല്ലേ അതൊക്കെ ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ മക്കൾക്ക് കിട്ടിയ ഒക്കെ ഇത് നുള്ളിപ്പെറുക്കി കളയാനാണ്. പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇട്ടതാട്ടോ ഞാൻ. അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതും ഇൻഡസ് വാലിയത്തെ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതും ഒരു ബിരിയാണി പോട്ട് തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ചെറുതാണ്, 2 ലിറ്ററിൻ്റെയാണ് തോന്നുന്നുണ്ട്, 2.5 ലിറ്ററിൻ്റെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മല്ല. എന്തായാലും ഞാൻ ചിക്കൻ കറിയും പായസമൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കിതൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ബിരിയാണി പോട്ട് ഞാനിപ്പോൾ 1 വർഷത്തോളം ആയിരിക്കും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മറ്റേത് നമുക്കിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയല്ലോ, അത് നമുക്കിപ്പം കഴിഞ്ഞ മാസം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ചട്ടിയാണ് കേട്ടോ. ഇതിനിപ്പോൾ ഏകദേശം 1 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും നല്ല പാത്രങ്ങളാണ്. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതല്ലേ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ വീഡിയോയിൽ. അധികം ഞാൻ ഇൻഡസ് വാലിയത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യൽ.
പിന്നെ എന്താ അയൺ പാത്രങ്ങളാണെങ്കിലും ഇതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ. പിന്നെ നമ്മൾ ഗിവ് അവേ കൊടുക്കലും ഒക്കെ ഇൻഡസ് വാലിത്തെ പാത്രങ്ങൾ തന്നെയാണ്. ഫ്രൈ പാന്, അതേപോലെ ചെറിയ കടായി, പിന്നെ അയണിൻ്റെ പിന്നെ ഫ്രൈ പാൻ. ഇപ്രാവശ്യം നമ്മൾ കൊടുത്തത് അയൺ ഫ്രൈ പാനാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുന്നേ ദോശപ്പാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് കിട്ടണേന്ന് ഞാൻ അങ്ങനെ കൊടുക്കലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് എൻ്റെ വക ഗിഫ്റ്റാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ആളെ നോക്കി കൊടുക്കുകയാണെന്നൊന്നും നിങ്ങൾ പറയില്ല കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് അതിലാണ് നമ്മൾ കൊടുക്കൽ. അപ്പോൾ അതിൽ അറിയാലോ ടോപ്പ് കമൻറ്റിൽ വന്നത് ആരാണെന്നുള്ളത്. അപ്പോൾ ഓരോ മാസം ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ നമ്മളെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം വീഡിയോ കണ്ട് കമൻറ്റും ലൈക്കൊക്കെ ഇടാൻ മറക്കരുത്. അപ്പോൾ ചിക്കനൊക്കെയാണ് 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണമാണ് മൊരിച്ചെടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്. പിന്നെ ആ എണ്ണയ്ക്ക് തന്നെ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരച്ചതും 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ ഒക്കെ ഇപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തത്. ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടതാട്ടോ, ഒരു 2 തക്കാളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ മസാലപ്പൊടികൾ ചേർത്തത്. മസാലപ്പൊടികളെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ജാറൊക്കെ ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ തക്കാളി അരച്ചെടുത്ത ജാറാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കറി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക, കുറച്ച് കറി മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കുറുകിയ കറിയായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നെയ്ച്ചോറൊന്ന് തുറന്ന് ഒന്ന് നോക്കിയതാണ് കേട്ടോ. കാണാൻ നല്ല മൊഞ്ചുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിങ്ങനെ പച്ചമുളകൊക്കെ ബിരിയാണിക്കായാലും നെയ്ച്ചോർക്കാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കടിക്കണത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ആയപ്പോൾ പിന്നെ വേഗം കുക്കിങ്ങൊക്കെ തീർന്നു. ഇപ്പോൾ ചിക്കൻ കറി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഈ സ്റ്റീലിൻ്റെ കടായും കൂടിയല്ലേ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പേടിയില്ല. പക്ഷേ നോൺ സ്റ്റിക്കിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവും കുറേ കഴിയുമ്പം. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ, സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ നെയ്ച്ചോറായി, പിന്നെ ചിക്കൻ കറി അടുപ്പത്തായി. പിന്നെ ഞാൻ കുറച്ച് തൈരൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തൈര് സാലഡ്. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിനി. പിന്നെ എന്താ അറിയില്ല, പിന്നെ ഒരു ക്ഷീണവും കുഴക്കമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതാ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് തീർന്നെടുത്തിട്ട് ഉപ്പാക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിച്ചോട്ടെ എന്ന് കരുതി. പിന്നെ എല്ലാവരും ഇപ്പോൾ ചായയൊക്കെ കുടിച്ചതുകൊണ്ട് വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിന്ന് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് പോയി കടന്നതാണ്. അതിൽ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ വീഡിയോ എടുക്കാനല്ല, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഉപ്പാനൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടിനി. അപ്പോൾ അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ച് വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഡോക്ടറെ കാണിക്കാൻ പോവാണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ രാത്രിയിൽ അവിടെ നിന്നൊക്കെ വന്നിട്ടാണ് ഉമ്മാനെ ഡോക്ടറെ കാണിച്ച് 12 മണിയൊക്കെയാണ് വീട്ടിലെത്തിയപ്പോൾ. എന്നിട്ടാണ് ഈ ഒരു വീഡിയോ വോയിസ് കൊടുക്കുന്നത്. ഇനി നാളെ ഉപ്പാനെ കൊണ്ട് രാവിലെ പോകണം ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒന്നും നടക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വരാത്തത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ 2 ദിവസം കഴിയും ഒന്ന് ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ. അപ്പം വീഡിയോ കാത്തിരിക്കണ കൂട്ടുകാർക്ക് ഇന്നൊരു വീഡിയോ എടുത്തതാട്ടോ ഞാൻ. അങ്ങനെ നെയ്ച്ചോറൊക്കെ ആയപ്പം ഞാൻ പ്ലേറ്റിക്കൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും ഉമ്മാക്കും എല്ലാവർക്കും. പിന്നെ ഞാനും കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല വീഡിയോയിൽ. എന്നാലും ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് കാത്തിരിക്കണ കൂട്ടുകാർക്കൊരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതേപോലെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ 1 ദിവസം 2 ദിവസമൊക്കെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ പോയി എന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ തിരക്കായതുകൊണ്ടാണ്. അപ്പം ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.